നമസ്കാരം, ഞാൻ റോജൻ ഫ്രം SDK ക്ലാസ്സസ്. സക്സസ് മൈൻഡ് സെറ്റ്. എന്താണ് സക്സസ് മൈൻഡ് സെറ്റ്? നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. അതിപ്പോൾ ഒരു ബിസിനസ് മാൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആവാം. പക്ഷേ ഇവർ സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്ത അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ആ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വിജയം നമ്മളെ തേടി വരും. ഒരു സാധാരണക്കാരനെയും അവനെ മാറ്റിയെടുക്കുന്നവൻ്റെ മെൻറ്റാലിറ്റിയാണ്. അവരുടെ ഒരു ലക്ഷ്യത്തിലെത്താൻ അവർക്കൊരു ഗോൾ ഉണ്ടല്ലോ, അത് എപ്പോഴും അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ചേഞ്ച് ദ മെൻറ്റാലിറ്റി. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു നോർമൽ മൈൻഡിനെ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ആക്കി മാറ്റുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ മൈൻഡിനെ ആദ്യം സെറ്റ് ചെയ്യണം, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കുക. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടല്ലേ, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒത്തിരി ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യണം, അല്ലേ? നമ്മുടെ ഒരു ഗോളിലേക്ക് നമ്മൾ എത്താൻ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതൊക്കെ വിചാരിച്ച് നമ്മൾ ഒരുപാട് മുന്നോട്ട് നേരാൻ ശ്രമിക്കും. പക്ഷേ ശരിയാണ്, ഒരുപാട് നേരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ശരിയാണ്, ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലിയർ ഉണ്ടാകും. പക്ഷെ അതൊന്നും സാരമില്ല. ജീവിതത്തിൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പേടിയുണ്ടല്ലോ, നമ്മൾ തോക്കും. ആ പേടി മാറുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ളൊരു വാശി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴും, അല്ലേ? നമ്മൾ എത്രയൊക്കെ സിറ്റുവേഷൻസാണ് നമ്മൾ കടന്നു വന്നത്, അല്ലേ? അപ്പോൾ നോക്കുകയാണെങ്കിൽ COVID-19, ലോക്ക്ഡൗൺ, നോട്ട്ബന്ദി, നിപ്പ വൈറസ്, ഇല്ലേ, ഫ്ലഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിജയിച്ച് വന്നു. പക്ഷെ അതിലൊക്കെ ഒരുപാട് പേരുടെ ജോലിയും പോയി, അല്ലേ? പക്ഷെ അവിടെ ഒന്നും തകർന്നില്ല. അവർക്ക് വേറെ വേസൊക്കെ നോക്കി മുന്നോട്ട് എന്തോ പ്ലാനിങ്, നെക്സ്റ്റ് എന്ത് ചെയ്യണം. അവർക്ക് എല്ലാവർക്കും ജീവിക്കേണ്ടേ, എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മൈൻഡ് സെറ്റിനെ സെറ്റാക്കണം. എന്താണ് അടുത്ത പ്ലാനിങ്, എന്തോ തോറ്റുപോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് പേടിച്ച് നമ്മൾ ഇരിക്കാറില്ല. നമ്മൾ തോറ്റുപോയാൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കുക. നമ്മൾ മുന്നോട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ലേറ്റസ്റ്റ് മൂവി കണ്ടിട്ടുണ്ട്, ആടുജീവിതം, ദി ഗോട്ട് ലൈഫ്. അതിനകത്ത് ഞാൻ ആ മൂവി കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, അതൊരു റിയൽ സ്റ്റോറി അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ കാണുമ്പോൾ ആലോചിച്ചു, ആ നജീബ് ഇക്ക അദ്ദേഹം അന്ന് വിചാരിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ, എനിക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇവിടെ കാണത്തില്ലായിരുന്നല്ലേ. മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അവിടെ, അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ചേഞ്ച് ആക്കിയത്. അവിടെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെയെങ്കിലും ഫാമിലിയെ കാണണം. അതാണ് നമുക്ക് വേണ്ടി നമ്മുടെ തിരിച്ച് കിട്ടാത്തൊരു സാധനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അത് എപ്പോഴും സമയമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മോട് പറയാം, എൻ്റെ വീട്ടിലും പറയാറുണ്ട്, നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു സാധനമാണ്. അതാണ് സമയം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡു ഹാർഡ് വർക്ക്, ബി സക്സസ് ഇൻ യുവർ ലൈഫ്. നേരുന്നു നിങ്ങൾക്കൊരു ശുഭദിനം. ഞാൻ വീണ്ടും പോയി വരാം. ബൈ, സി യു.